ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണേ. അങ്ങനെ രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. നമുക്ക് രാവിലെ എണീറ്റ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുമ്പോൾ നമുക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, നമ്മൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് അത് നോക്കിയിരിക്കണം. ഞാൻ ചെയ്തതാണ്, ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ്. എന്ന് വെച്ചിട്ട് സമയമില്ലെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കരുത് കേട്ടോ. സമയമില്ല, ഇത് എല്ലാവരും അത് ഡെയിലി നമ്മൾ ശീലമാക്കിയാൽ നല്ല ഇതാണ്. അങ്ങനെ പിന്നെ ഇന്നിവിടെ മഴ പെയ്തിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ ഭയങ്കര മഴയൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല മഴയൊക്കെ പെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മൂടിപ്പറിച്ച് അങ്ങനെ നടക്കുന്നൊരു അന്തരീക്ഷം ഭയങ്കര ഇഷ്ടം. മഴയത്ത് രാവിലെ ഇടന്ന് ഉറങ്ങാൻ നല്ല സുഖം, മൂടിപ്പറിച്ച്. അതൊക്കെയാണൊരു ഇതെന്ന് പറയാം. എന്താ മഴയും പെയ്യുന്നില്ല, എന്നാൽ നല്ലൊരു അന്തരീക്ഷം. അങ്ങനെ പിന്നെ അന്തരീക്ഷമൊക്കെ നോക്കി ഒരു ചായ കുടിച്ചു. പിന്നെ ഇത് രാവിലെ ചപ്പാത്തിയും സ്റ്റൂ കറിയായിരുന്നു കേട്ടോ. ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇനി ഞങ്ങളൊരു സിനിമ കാണാൻ പോയിരുന്നു, തുടരും സിനിമ. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ മോയ്സ്ചറൈസർ ഇട്ടു, ആലോവേറയുടെ. ഇതിട്ടിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നില്ല, പിന്നെ ഇടുമ്പോൾ ഒരു സന്തോഷം, അത്ര തന്നെ. അങ്ങനെ ഇട്ടതാണ്. ഇങ്ങനെ ഞാൻ ഓരോ കാര്യം ചെയ്തിട്ട് ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെയല്ല, ഇങ്ങനെ എനിക്കൊരു പെർഫെക്ഷൻ ആട്ടോ. ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോട്ട് ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ പിന്നെ സൺസ്ക്രീൻ ഇട്ടു. സൺസ്ക്രീൻ ഇട്ടിട്ട് എനിക്ക് ചിലവരൊക്കെ സൺസ്ക്രീൻ ഇടുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ബ്രൈറ്റായിട്ടിരിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ തോന്നില്ല. പിന്നെ ഈ ക്ലാരിറ്റി ഇത് ഞാൻ റൂമിനകത്തിരുന്ന് എടുത്ത് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഡാർക്കായിട്ടിരിക്കുന്നത്. പിന്നെ ഒരു പൊട്ടിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹെയർ സ്റ്റൈലാണല്ലോ. പിന്നെ കമ്മലിട്ടു. അങ്ങനെയൊക്കെ പെടച്ചടിച്ച് പെട്ടെന്ന് ചെയ്ത് കേട്ടോ, ഗെറ്റ് റെഡി വിത്ത് മീ. അങ്ങനെ ഇനി ഹെയർ സ്റ്റൈൽ ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇനി ഞാൻ ചിന്തിച്ചിരിക്കുകയാണ് ഗായ്സ്. എനിക്ക് ഇഷ്ടം എന്ത് കാര്യത്തിന് മുടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വെട്ടിയിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഓരോ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വെട്ടിയിട്ട് നല്ല രസമാണത്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ലേ കേട്ടോ, ഞാൻ ഇതിൽ ആസ്വദിക്കുന്നതല്ലേ അറിയുന്നതൊക്കെ പറയും. അങ്ങനെ മുടിയൊക്കെ കെട്ടി ഗൈസ്. അങ്ങനെ ഒരുങ്ങി ഒരു മാല കേട്ടോ ഇട്ട. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന മാല. അങ്ങനെ ഇപ്പോൾ മേടിച്ചു. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഞങ്ങൾ സിനിമ ആണെങ്കിൽ സിനിമ വൈസ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സിനിമയാണ്. അങ്ങനെ കുഴപ്പമില്ല. ആദ്യം നമുക്ക് നല്ല ഫാമിലി ഇതൊക്കെ തോന്നും, പിന്നെ ലാസ്റ്റ് വരുമ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ, മർഡർ, അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. ലാലേട്ടനും ശോഭന മാം അവർ രണ്ടുപേരുള്ള കോംബോ ഒക്കെ. പിന്നെ ഗായ്സ് ആനന്ദ സിനിമയിൽ അക്ഷയ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആനന്ദ സിനിമ. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബിരിയാണി മേടിച്ചിരുന്നു പുറത്തുനിന്ന്. അങ്ങനെ പിന്നെ രാത്രിയിൽ ക്ലാസ്മേറ്റ് സിനിമയുണ്ടായിരുന്നു, അതൊക്കെ കണ്ട് നൂഡിൽസൊക്കെ കഴിച്ച് ചില്ലായിട്ടിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ, അതാണ് ഈ കാണുന്നത്. നല്ലതല്ലേ. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിൽ ഒരു മാംഗോ ജ്യൂസ് കുടിച്ചു. അത് നല്ല ഒരു ഭയങ്കര സ്പെഷ്യൽ റെസിപ്പി ഒന്നുമില്ല, ജസ്റ്റ് മാംഗോ ഇട്ട് ഷേക്ക് അടിച്ചു. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കേ.